എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പരവൂർ താന്നി കടപ്പുറത്താണുള്ളത്. ഇച്ചിരി ഫ്രഷ് മീൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എന്നും നമ്മൾ ഐസിട്ടതും വിഷം അടിച്ചതും ഒക്കെയുള്ള മീനാണ് സ്ഥിരം കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. കടലിൽ നിന്ന് ഫ്രഷായി പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ തന്നെ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കുമൊക്കെ കറിക്കുള്ള മീനുമൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല വിലയ്ക്ക് കിട്ടും. ഇന്ന് മീൻ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇച്ചിരി വില കൂടുതലാണ്. അപ്പോൾ ഞാനിന്ന് പരവയാണ് മേടിച്ചത്. പരവ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് മീൻ വേണമെന്ന് തോന്നുമ്പോൾ ഈ കടപ്പുറത്തോട്ട് വരിക, പരവൂർ കടപ്പുറത്തേക്ക് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് മീൻപിടുത്ത വിശേഷങ്ങളും കച്ചവട വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ ഭാഗത്ത് മീൻ മേടിക്കാനായിട്ട് വരുന്നവർ രാവിലെ വരണം. ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് വന്നാൽ വള്ളക്കാരെല്ലാം ഒരുമിച്ച് വരുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് നല്ല വിലയ്ക്ക് മീൻ കിട്ടും. പിന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ മീൻ കുറവാണ്, അപ്പോൾ അവർ വില കൂട്ടും. അപ്പോൾ ഈ ഭാഗത്തേക്ക് രാവിലെ തന്നെ എത്തുക. ഇപ്പോഴും വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം സമയം 9:30 മണിയായി. 9:30 മണിക്കും കടലിൽ നിന്നും കട്ടാമരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വന്ന് മീൻ മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. You are watching Jewel Junction Media. കൊല്ലം ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമമാണ് പുഴിക്കര. പ്രാദേശിക സംസ്കാരത്തിലും ഉപജീവന മാർഗത്തിലും ആഴത്തിൽ വേരൂന്നിയ മത്സ്യബന്ധനത്തിൻ്റെ ഒരു ദീർഘകാല പാരമ്പര്യമുണ്ട് പുഴിക്കരയ്ക്ക്. പ്രധാനമായും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളടങ്ങുന്ന ഒരു സമൂഹം അവരുടെ കുടുംബങ്ങളെ നിലനിർത്താൻ തലമുറകളായി അറബിക്കടലിനെയാണ് ആശ്രയിച്ചു പോരുന്നത്. പരമ്പരാഗതമായി ഇവർ മത്സ്യബന്ധനത്തിനായി തടി കൊണ്ടുള്ള കട്ടാമരങ്ങളും നാടൻ വള്ളങ്ങളുമാണ് ഉപയോഗിച്ചു വരുന്നത്. ഇപ്പോൾ പലരും മോട്ടോർ ബോട്ടുകളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ചാളത്തടി എന്ന പേരിൽ അറിയപ്പെടുന്ന കട്ടാമരങ്ങളാണ് ഈ പ്രദേശത്ത് ഇപ്പോഴും മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്നത്. ചാളത്തടിക്ക് പകരമായി ഇപ്പോൾ ഫൈബറിൽ നിർമ്മിതമായ കട്ടാമരങ്ങളും ഉപയോഗിച്ചു വരുന്നു. മത്സ്യബന്ധനത്തിനായി വിവിധ തരം വലകളും ഇവർ ഉപയോഗിക്കുന്നു. ഇത് ഒരു സീസണും വേലിയേറ്റം, വേലിയിറക്കം എന്നിവയെ അടിസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കും. ഇവിടെ എങ്ങനെയുണ്ട്? മീനോ ഉണ്ടോ? മീൻ കുറവാണ്. ഓക്കെ, കടൽക്ഷോഭമുള്ള സമയങ്ങളിൽ മത്തി, അയല തുടങ്ങിയ ഇനം മത്സ്യങ്ങൾ വലിയ അളവിൽ തീരത്തോടടുത്ത് കാണപ്പെടുന്നു. ഇത് മത്സ്യബന്ധനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയവുമാണ്. രുചികരമായ പരവ മീനുകൾ ധാരാളമായി ലഭിക്കുന്ന ഒരു പ്രദേശമാണ് പരവൂർ. അതുകൊണ്ട് തന്നെ പരവൂർ മുന്നേ പരവൈ ഊർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നൊരു ചൊല്ലുണ്ട്. മത്സ്യബന്ധനം പലപ്പോഴും ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അവിടെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ടീമുകളായി സഹകരിച്ച് മീൻ പിടിക്കുകയും കരയിലെത്തിച്ച് കച്ചവടക്കാർക്കും കറിക്കാർക്കുമൊക്കെയായി വിൽക്കുകയും ചെയ്യുന്നു. അതിലൂടെ ലഭിക്കുന്ന തുക തുല്യമായി ഇവർ വീതിച്ചെടുക്കുന്നു. മത്സ്യവിപണിയിലും സംസ്കരണത്തിലും സ്ത്രീകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രാദേശിക മാർക്കറ്റുകളിൽ മത്സ്യസമ്പത്തുകൾ വിറ്റൊഴിക്കുന്നതിനും ബാക്കി വരുന്നവ ഉണക്കി സംസ്കരിക്കുന്നതിനും ഇവർ ഒരു വലിയ പങ്ക് വഹിക്കുന്നു.
പരമ്പരാഗതമായ മത്സ്യ പാരമ്പര്യം ഉണ്ടായിരുന്നിട്ടും മത്സ്യസമ്പത്തിലുണ്ടായ കുറവും കാലാവസ്ഥാ വ്യതിയാനവും യന്ത്രവൽകൃത ബോട്ടുകളിൽ നിന്നുള്ള മത്സരവും ഇവരുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വലിയ യന്ത്രവൽകൃത ബോട്ടുകൾ നിയമം ലംഘിച്ച് തീരത്തോടടുത്തു വന്ന് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നത് പരമ്പരാഗത തൊഴിലാളികൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അവരുടെ വള്ളങ്ങൾക്കും മറ്റു ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. വലിയ സാമ്പത്തിക ബാധ്യതയും ഇതുമൂലം വന്നു ഭവിക്കുന്നു. അധികാരികൾ ഇതിന്മേൽ ഉടനടി നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഇവരുടെ ആവശ്യം. ബോട്ടുകൾക്കും മറ്റു ഉപകരണങ്ങൾക്കും വേണ്ടിയുള്ള വായ്പകൾ കാരണം പല മത്സ്യത്തൊഴിലാളികളും വലിയ സാമ്പത്തിക ബാധ്യത നേരിടുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ഇവർക്ക് വലിയ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നുമില്ല. മാത്രമല്ല, യുവതലമുറ മറ്റ് തൊഴിലുകളിലേക്ക് തിരിയുന്നതും മറ്റു നഗരങ്ങളിലേക്ക് ചേക്കേറുന്നതും പരമ്പരാഗത മത്സ്യ മേഖലയെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. എങ്കിലും യാതൊരു മടിയും കൂടാതെ എല്ലാ ദിവസവും കടലമ്മയുടെ കനിവ് കാത്ത് കട്ടാമരങ്ങളിൽ ഇവർ യാത്ര തിരിക്കുന്നു ഉപജീവനത്തിനായി.